ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു തക്കാളി അച്ചാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതൊരു ഇൻസ്പയർഡ് റെസിപ്പിയാണ്. ഇതിനായി 8 തക്കാളികൾ ചോപ്പറിൽ ചെറുതായി അരിഞ്ഞു വയ്ക്കുക. നാരങ്ങ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കുക. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിൽ 1.5 ടീസ്പൂൺ കടുകും 1.5 ടീസ്പൂൺ ഉലുവയും ചേർത്ത് നല്ലപോലെ വറുത്തെടുത്ത് ഒരു മിക്സി ജാറിൽ പൊടിച്ചെടുത്ത് മാറ്റിവെക്കുക. പത്തല്ലി വെളുത്തുള്ളിയും മുൻപേ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന തക്കാളിയും ചേർത്ത് ഒരു മിക്സി ജാറിൽ നല്ലപോലെ അരച്ചെടുക്കുക. അടുപ്പിൽ വെച്ച് ചൂടായ ഒരു പാനിൽ നല്ലെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിൽ 1 സ്പൂൺ കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് തിളച്ച ശേഷം അതിലേക്ക് മുൻപേ അരച്ചു വെച്ചിരുന്ന തക്കാളി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. ഒരു തിള വന്നതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കാവുന്നതാണ്. ആവശ്യമെങ്കിൽ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ചേർക്കാവുന്നതാണ്. ഈ കൂട്ടിൻ്റെ പച്ചമണം പോയതിനു ശേഷം ഇതിലേക്ക് വറുത്ത് പൊടിച്ച് മാറ്റിവെച്ചിരുന്ന കടുക് ഉലുവ പൊടിയും 1 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി 10 മിനിറ്റ് തിളപ്പിക്കുക. ഈ കൂട്ട് നന്നായി തിളച്ചു വറ്റുമ്പോൾ എണ്ണ മുകളിൽ തെളിയുന്നതായി കാണാം. അന്നേരം അടുപ്പ് ഓഫ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻറ്റ് തക്കാളി അച്ചാർ റെഡിയായി. തണുത്തതിന് ശേഷം ഈ അച്ചാർ ഒരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റി സ്റ്റോർ ചെയ്ത് ആവശ്യം പോലെ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോകൾക്കായി നിന്നി സ്പേസ് സബ്സ്ക്രൈബ് ചെയ്യുക.